ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയയെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഇസ്രായേൽ 2024 തട്ടിക്കളഞ്ഞത്. അന്ന് ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. അടുത്തതായി ഹമാസിന്റെ തലവനായി ചാർജ് എടുത്ത തീവ്രവാദി യഹിയ സിൻവറിനെ തിരഞ്ഞുപിടിച്ച് ഇസ്രായേൽ കൊന്നു. അന്നും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. മറ്റൊരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെയും ഇസ്രായേൽ 2024 ലെബനനിൽ വെച്ച് ഹൂറിഫൈ ചെയ്തു. ബാക്കിയുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾ ബാൾസ് പൊട്ടിത്തെറിച്ച് ചത്തു. തീവ്രവാദികൾക്ക് ഹൂറിമാരെ കിട്ടിയിട്ടും കാര്യമില്ലാണ്ടാക്കി കളഞ്ഞു ഇസ്രായേൽ. അന്നും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28 തന്നെ ലോകം കണ്ട കൊടും ക്രൂരനും മതഭ്രാന്തനുമായ ഇറാൻ പരമോന്നത തീവ്രവാദി നേതാവായ ആയത്തുള്ള അലി ഖമനേയെയും ഇറാന്റെ തലമുതിർന്ന നേതാക്കന്മാരെയും ഇസ്രായേൽ തട്ടിക്കളഞ്ഞു. അന്നും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫ ഖമനേയിക്ക് ഭരിക്കാൻ കസേരയിൽ ഇരിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ ആക്രമിച്ചു. അയാൾ ചത്തോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ആ ഭീരു ഒളിവിലാണ്. അന്നും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ കാദിപ്യൂനെയും ഇസ്രായേൽ തട്ടി. അന്നും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. ഇറാൻ ഭരണകൂടത്തെ സുസംഘടിതമായി നിർത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച പരമോന്നത സുരക്ഷാ കൌൺസിൽ മേധാവി അലി ലാറിജാനിയെയും ഇസ്രായേൽ ഇന്നലെ തട്ടി. ഇപ്പോഴും ഇറാൻ പറയുന്നു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. ആധുനിക ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഇറാന്റെ ആത്മീയ നേതാവായിരുന്ന ഖമൈനിയെയും തട്ടുമെന്നും പറഞ്ഞിട്ടും തന്നെയാണ് ഇസ്രായേൽ തീർത്തത്. സ്വന്തം രാജ്യത്തിന്റെ ഭരണാധികാരിയെ സംരക്ഷിക്കാൻ പോലും കഴിയാത്തവരാണ് ഇപ്പോൾ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു നടക്കുന്നത്. കീലേരി അച്ചുമാർ സിനിമയിൽ മാത്രമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഞങ്ങളെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞ 19 ദിവസത്തിൽ 3876ാമത്തെ തവണയും ഇറാന് മുന്നറിയിപ്പ് നൽകി. അമേരിക്ക നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ഊതിപ്പെരുപ്പിച്ച ഗൾഫ് മഹാത്മ്യം. ഇടയ്ക്ക് സുഡാപ്പികൾ പൊക്കിക്കൊണ്ട് നടന്ന മറ്റൊരു രാജ്യമുണ്ട്, ഖത്തർ. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ചൊറിയാൻ വന്നപ്പോൾ അതേ നാണയത്തിൽ മറുപടി ഇന്ത്യ നൽകി. ഇന്ത്യയിലെ സുഡാപ്പികളെ തൊട്ടാൽ ഖത്തർ ഇടപെടുമെന്നൊക്കെ പറഞ്ഞു സുഡാപ്പികൾ നാവ് കണ്ടു നടന്ന കാലം. ഇസ്രായേൽ ഖത്തറിൽ കയറി ഹമാസ് സോളികളെ തീർത്തപ്പോൾ എന്തായിരുന്നു ബഹളം? ഞാൻ കരുതി അന്ന് രാത്രി കൊണ്ട് ഇസ്രായേൽ ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമാകുമെന്ന്. എന്തായാലും വീരവാദവും ഇരവാദവും മോങ്ങലും ഒക്കെ നടക്കട്ടെ. ഒക്ടോബർ 7 എന്ന ദിനം നീയൊന്നും ഒരിക്കലും മറക്കരുത്. നീയൊക്കെ 1500ഓളം സാധാരണ മനുഷ്യരെ കൊന്നപ്പോൾ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നപ്പോൾ, അതിന്റെ പേരിൽ ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തിയപ്പോൾ ഇമാതിരി തിരിച്ചടി പ്രതീക്ഷിച്ചില്ല അല്ലെ? ഇസ്രായേലിന്റെ ക്രോധത്തിൽ ഇതുവരെ 1 ലക്ഷം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. അതിൽ സാധാരണക്കാരും ഉണ്ടാകും. പക്ഷെ ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ? അവർ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതിയോ? ഒക്ടോബർ 7 ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഗോദ്ര ഇല്ലായിരുന്നെങ്കിൽ ഗുജറാത്തും. ഒക്ടോബർ 7 ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഗോദ്ര ഇല്ലായിരുന്നെങ്കിൽ ഗുജറാത്തും.